വിദിതം തപോ ജ്ഞാനസമാധിഭി യോഗിനാം ദസ്തപാപാനം ബഹിരന്ത ശരീരിഷു ലോകപാലൈരവിപ്രാർത്യാം സാമ്രാജ്യൈശ്വര്യ സമ്പദാം നന്ദയന്ത്യപ്രജം കാമാം ക്ഷുത്രകാമമിവാപരേ. എൻ്റെ മനസ്സുണ്ടല്ലോ, വിശപ്പും ദാഹവും കൊണ്ട് ഞാൻ ഒരു വ്യക്തി ശാരീരികമായി വേദനിക്കുന്നത് പോലെ അപ്രജമ്മാം നന്ദയതി, പുത്രനില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിനെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല. നിനക്ക് പുത്രനില്ലല്ലോ, നിനക്ക് പുത്രനില്ലല്ലോ, നിന്റെ പത്നിമാര് പ്രസവിക്കില്ലല്ലോ, ഈ ചിന്ത എന്നെ വല്ലാതെ അലട്ടണു. നോക്കൂ, ഇതൊക്കെ വ്യാസഭഗവാൻ അന്ന് എഴുതി വെക്കുമുണ്ടല്ലോ. ഇന്നും ഈ കാലഘട്ടത്തിൽ പുത്രനില്ലാത്ത ദുഃഖത്തിൽ ഡിപ്രഷനിൽ ജീവിക്കുന്നവരില്ലേ? ഇല്ലയോ? എത്രയോ ആളുകൾ പുത്രനില്ലാത്തതിൻ്റെ ആ ചിന്ത ചിന്തിച്ച് 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 ഡിപ്രഷനിൽ ജീവിക്കുന്നവരുണ്ട്. ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നോക്കൂ, എനിക്കിങ്ങനെയൊരു മഹാദുരന്തം എന്നെ വേദനിപ്പിക്കുന്നു. അതപ്പാഹി മഹാഭാഗ പൂർവൈ സഹഗതം തമ തഥാ തരേവ ദുസ്താരം പ്രജയാ തൽ വിദേഹിനാം. നിങ്ങൾ മഹാത്മാക്കളാണ്, സജ്ജനങ്ങളാണ്, എനിക്ക് പുത്രന്മാരെ തരാൻ കഴിവുള്ള യോഗികളാണ്, സിദ്ധന്മാരാണ്. എൻ്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവിടുത്തെ പാതാരവിന്ദത്തിൽ നമസ്കരിക്കുന്നു. എന്നെ ഈ ദുഃഖത്തിൻ്റെ ഭാരത്തിൽ നിന്നും പുറത്തു കിടത്താൻ പ്രജയാ വിദേഹി, എനിക്കൊരു പുത്രനെ തന്ന് അനുഗ്രഹിക്കൂ. അപ്പൊ ചിത്രകേതുവിനോട് പറഞ്ഞു കൊടുത്തു, അംഗിരസ് മഹർഷി, അങ്ങയുടെ സംസ്കാരവും അങ്ങയുടെ ജീവിതാനുഭവങ്ങളും നോക്കിയിട്ട്, മഹാത്മാക്കളാണല്ലോ, ത്രികാലജ്ഞാനികളാണല്ലോ, പുത്രൻ ശോഭിക്കുന്നു തോന്നില്ല. അതുകൊണ്ട് പുത്രനിലുള്ള മോഹം വിടുക നല്ലത്. അങ്ങക്കിപ്പോ പുത്രനില്ലാത്തതിനേക്കാൾ ദുഃഖമായിരിക്കും പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ മോഹം മാറ്റിവെച്ചോളൂ. പക്ഷെ അതൊന്നും ആരെ മാറ്റിയില്ല? ചിത്രകേതുവിന്. ചിലര് കേട്ട് പഠിക്കും, ചിലര് കൊണ്ടുപഠിക്കും. അതായത് ഭൂരിപക്ഷം ആൾക്കാരെ അങ്ങനെ പഠിക്കുള്ളൂ. പറഞ്ഞാലൊന്നും അവരങ്ങോട്ട് കയറില്ല അങ്ങോട്ട് തലയിലേക്ക്. ഏതായാലും ഇങ്ങനെയൊക്കെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദേ എന്ത് ചെയ്തു അത്രേ, എന്നാ നമുക്കൊരു ഹോമം ചെയ്യാന്ന്. അന്നൊക്കെ പുത്രകാമേഷ്ടി യാഗങ്ങളും ഹോമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഹോമം ചെയ്യാന്ന്. ഇത്യർത്ഥിത സ ഭഗവാൻ കൃപാലുബ്രഹ്മണ സുധാ ശ്രവയിത്വാചരം ത്വാഷ്ടം തുഷ്ടാരമജയൽ വിഭൂ. ഇദ്ദേഹത്തിന് വേണ്ടി ഒരു യാഗം, ഒരു ഹോമം ചെയ്യാൻ നിശ്ചയിച്ചു. എന്നിട്ടോ അങ്ങനെ പണ്ടത്തെ കാലത്ത് പുത്രകാമേഷ്ടി യാഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രാമായണത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് അഗ്നിദേവൻ പായസമായിട്ട് വരും. അന്നത്തെ പായസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പുത്രന് വേണ്ടിയിട്ടുള്ള യാഗങ്ങളിൽ നിന്നും വരുന്ന പായസം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഗർഭം ഉണ്ടാവും. അതുകൊണ്ട് അന്നത്തെ പായസമൊന്നും ആണുങ്ങൾ കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു രാജാവിന് പണ്ട് അബദ്ധവും പറ്റി. അതിലെടുത്ത് കഴിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പം പോസിറ്റീവ് റിപ്പോർട്ട്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയ രാജാവിൻ്റെ കഥ 9-ാമത്തെ സ്കന്ധത്തിൽ വരും അത്. ഏതായാലും ഇദ്ദേഹം യാഗമൊക്കെ ചെയ്തു, അംഗിരസ് മഹർഷി. അതിൽ നിന്ന് പായസമൊക്കെ വന്നു. ആ പായസം എടുത്തിട്ട് അദ്ദേഹം രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് ജ്യേഷ്ഠാശ്രേഷ്ഠാചയാരാജ്ഞ മഹീഷീണം ച ഭാരത നാംനാകൃതദ്വിതസ്മി യജ്ഞശിഷ്ടാമതൽദിജാം. അദ്ദേഹം ജ്യേഷ്ഠ ഭാര്യയ്ക്ക്, അതായത് തൻ്റെ പത്നിമാരിൽ ഏറ്റവും ആദ്യത്തവളായ പട്ടമഹിഷിക്ക് ആ പ്രസാദം കൊടുത്തുകൊണ്ട് പിന്നീട് തൻ്റെ ശരീരത്തിൽ നിന്നും വന്ന ബീജത്തിൽ നിന്നും അത് ആ പുത്രൻ ഉരുത്തിരിയുന്നു. അദ്ദേഹത്തിന് അധക്കാലൗപാവൃത്തേ കുമാര സമജായതാം ജനയൻ ശൂരസേനാനം ഷുണ്ണതാം പരമാം മുഖം. അദ്ദേഹത്തിന് ഒരു ഉണ്ണി പിറന്നു. വളരെ 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 സന്തോഷമായ രാജാവിന്, ഓ, ഇത്രയും കാലം ഉണ്ണിയില്ലാത്ത തനിക്ക് ഇതാ ഈ മഹാത്മാവിന്റെ കാരുണ്യം കൊണ്ട് ഒരു ഉണ്ണിയെ കിട്ടിയിരിക്കുന്നു. ഹൃഷ്ടോ രാജകുമാരസ്യ സ്നാദശുചിരലങ്കൃത വാദേശ്യാശിഷോ വിപ്രൈ കാരയാമാസ ജാതകം. അങ്ങനെ മഹാത്മാക്കളായ ആളുകളെ കൊണ്ടുവന്ന് കുട്ടിക്ക് ജാതകം കുറിച്ചു. ആ കുട്ടിക്ക് ജാതകം കുറിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ എന്ത്, ഈ കുട്ടി അധിക കാലമൊന്നും അവരതൊന്നും പറഞ്ഞില്ലേ രാജാവിനോട്. അവരതൊക്കെ മറച്ചു വെച്ചു. ഏതായാലും വവർഷകാമമന്യേഷം പർജന്യൈവ ദേഹിനാം ധന്യം യശസ്യമായുഷ്യം കുമാരസ്യ മഹാത്മന കൃച്ഛലബ്ദേത രാജശ്രേ സ്തനയേനു ദിനം പിതൂ യഥാ നിസ്വസ്യ കൃശാപ്തേ ധനേ സ്നേഹോന്നവർദ്ധത. ആ കുട്ടിയെ ലാളിച്ച് അങ്ങേയറ്റം കൊഞ്ചിച്ച് കുട്ടിയെ കൊണ്ടു നടന്ന് എന്തിനു പറയുന്നു, കുട്ടിയോട് അമിതമായൊരു ഒട്ടൽ, ആസക്തി അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ആർക്കുണ്ടായി? രാജാവിനുണ്ടായി.
പണ്ടുള്ളവർ പറയാറില്ലേ, താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ ഒക്കെ എന്നുള്ള രീതിയിൽ അത്ര ശ്രദ്ധ വെച്ച് ആ കുട്ടിയെ വളർത്തി എന്നാണ്. അങ്ങനെ ആ കുട്ടിയെ നിരന്തരം ആ കുട്ടിയെ നോക്കി നോക്കി ചിത്രകേതോരതിപ്രീതോ പ്രീതിര്യദാതാരേ പ്രജാപതി തഥാന്യേഷു സജ്ജന്യേ ബാലം ലാളയതോന്നഹം. ഈ ബാലനോടുള്ള അമിതമായ ലാളന കൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ രാജാവിന് ശ്രദ്ധയില്ലാതെയില്ല. ക്രമേണ എന്ത് പറ്റി, വീട്ടിൽ തന്നെ 2 പാർട്ടിക്കാരുണ്ടായി ഒരേ വീട്ടിൽ. അതെങ്ങനെ? തൻ്റെ പുത്രനെ പ്രസവിച്ച ഭാര്യയോടും പുത്രനോടും അമിതമായൊരു അറ്റാച്ച്മെന്റ്. മറ്റുള്ളവരെയൊക്കെയോ തഴഞ്ഞ് 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 അവരെയൊക്കെ അവഗണിച്ചപ്പോൾ ഒരിക്കൽ അവരൊരു പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കൂടി. ആര്? പ്രസവിക്കാത്ത സ്ത്രീകളെല്ലാവരും കൂടെ. എന്നിട്ട് അവര് പറയണ, ദിക്പ്രജാം സ്ത്രീയം പാപം. പ്രസവിച്ചില്ല എന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ അത്ര പാപിഷ്ടങ്ങളൊന്നുമല്ലല്ലോ. ദിക്പ്രജാം സ്ത്രീയം പാപം പത്തിശ്ചാഗ്രഹ സമ്മതം സുപ്രജാഭി സപത്നീഭി ദാസീമീവ തിരസ്കരം. ഒരു ദാസിയെ പോലെ നമ്മളെ തിരസ്കരിച്ചിരിക്കുന്നു. നമുക്ക് തരായിരുന്നില്ല ഇത്തിരി പായസം? അവൾക്ക് മാത്രം കൊടുത്തിട്ടല്ലേ അവൾ പ്രസവിച്ചത്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് പായസം തന്നില്ല? അതുകൊണ്ട് രാജാവ് അവഗണിച്ചത് ശരിയല്ല. അങ്ങനെ ഈ സ്ത്രീകളെല്ലാവരും കൂടെ രാജാവിന്റെ അവഗണിക്കിനെതിരെ, രാജാവിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിനെതിരെ ചേർന്ന് ഒരു തീരുമാനത്തിൽ എത്താൻ നിശ്ചയിച്ചു. ഇനിയിപ്പോ ഇതിനെന്താ ഒരു പരിഹാരം? വെറുതെ രാജാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, ഒരു പരിഹാരം വേണമല്ലോ. അപ്പൊ എന്താ അവർക്ക് മനസ്സിലായത്? രാജാവ് നമ്മളടുത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നത് ഇന്നു മുതലാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി, കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഇയാൾ നല്ല മനുഷ്യനായിരുന്നു. ഇയാളുടെ സ്വഭാവം മുഴുവൻ മോശമായത് കുട്ടി വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിയത് കുട്ടിയാണ്. അതുകൊണ്ട് കുട്ടിയെ നമുക്ക് തട്ടണം. അതാണ് അവരുടെ ഫൈനൽ തീരുമാനം മീറ്റിങ്ങിന്റെ. അങ്ങനെ തീരുമാനിച്ചിട്ട് പറയുന്നു, വിദ്വേഷ നഷ്ടമതയ സ്ത്രീയോ ദാരുണചേതസ ഖരം ദദുക്കുമാരായ ദുർമഷാ നൃപതിം പ്രതിം. രാജാവിനോടുള്ള വിദ്വേഷം കൊണ്ട്, രാജാവിന്റെ പ്രവൃത്തിയോടുള്ള ആ നിന്ദ്യമായ പ്രവൃത്തിയോടുള്ള അവരുടെ ആ വേദനാത്മകമായ ആ ഒരു പെരുമാറ്റം കൊണ്ട് അവരെന്ത് നിശ്ചയിച്ചു? ഖരം ദദു കുമാരായ, ആ കുഞ്ഞിന് വിഷം കൊടുക്കാൻ നിശ്ചയിച്ചു എന്നാണ്. ഫീഡിങ് ബോട്ടിലിൽ നല്ലവണ്ണം വിഷമൊക്കെ ചേർത്ത് പാലൊക്കെ ചേർത്ത് ഒരു തോഴിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടു കൊടുക്കുക അതിനാണ്, കുടിക്കട്ടെ നമ്മുടെ ഓമന കണ്ണന്. പാവം തോഴി വിചാരിച്ചു സത്യം നല്ല സാധന കൊണ്ടു കൊടുക്കണതെന്ന് വെച്ചു കൊടുത്തു അതിന്റെ വായിലേക്ക്. അതോ കൃതിരചാനന്ദി സഭഗ്നീനാമകം മഹൽ സുപ്തയേ വൈരി സഞ്ചിന്യ നിരീക്ഷവജലൽ ഗൃഹേ. അങ്ങനെ തോഴി പാലൊക്കെ കൊടുത്ത് എന്തോ കൊടുത്തു സാധനം. കുട്ടി അങ്ങനെ തൊട്ടിലിൽ കിടക്കുകയാണ്, മരവിച്ച് കിടക്കുകയാണ്. പത്നി വന്ന് നോക്കുമ്പോൾ, പ്രസവിച്ച അമ്മ വന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ കടത്തം കണ്ടപ്പോൾ തോന്നി സുപ്തൈതി, കുട്ടി നല്ലവണ്ണം ഉറങ്ങാനാണ് ധരിച്ചു. കുട്ടി മരിച്ചു കിടക്കുകയാണ്, ആകെ മരിച്ച് വിറങ്ങലിച്ചിട്ടുണ്ട് ആ കുട്ടി. അതൊന്നും ആ അമ്മ മനസ്സിലാക്കിയില്ല. എന്നിട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ തോഴി ചെന്നു നോക്കുക, എന്താ ഉണരേണ്ട സമയമായിട്ടും കുട്ടി ഉണർന്നിട്ടില്ല, കരയേണ്ട സമയത്ത് കരയണില്ല. ശയാനം ശുചിരം ബാലം ഉപതാര്യ മനീഷിണി പുത്രാമാനയവേ ഭദ്രാം ഇതി ധാത്രീമജോതയൽ. തോഴിയോട് പുത്രനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ തോഴി ചെന്ന് നോക്കുമ്പോൾ കൈകളും കാലുകളും മരവിച്ചിരിക്കണം. ഒരു തരത്തിലും കൈകളും കാലുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. സശയാനമുപവൃജ്യം ദൃഷ്ട്വാച്ച ഉത്തരലോചനം പ്രാണേന്ദ്രിയാത്മവിത്യക്തം ഹതാസ്മീദ്യപദൽഭുവി. തന്റെ പുത്രനെ മരവിച്ചിരിക്കുന്ന പുത്രന്റെ ശരീരം കയ്യിൽ കിട്ടിയതും ആ അമ്മയുടെ കൈകളിൽ നിന്ന് ആ പുത്രനെ തോഴി വാങ്ങിച്ചു. കഥാ നെഞ്ചിൽ അടിച്ചുകൊണ്ട് ഭാര്യ പതിതം ഭുവി, ഭൂമിയിലേക്ക് വീണു. ഇനി ആ ഭാര്യയുടെ പൊട്ടിക്കരച്ചിലും മനസ്സയാണ്. തസ്യാസ്തദാകർണ്യ വൃഷാതുരം സ്വരം ഘ്നന്ദ്യാകരാഭ്യമുര ഉച്ചൈകരവി പ്രവിശ്യരാജ്ഞീതുരയാത്മജവാന്തികം ദദസ്സബാലം സഹസാ മൃതം സുതം. തന്റെ പുത്രന്റെ ജഡം കണ്ടതും തന്റെ കരങ്ങളെ കൊണ്ട് ശക്തിയിൽ നെഞ്ചിലടിക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ടു പോയ കുട്ടിയെ ഓർത്തുകൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പപാദഭൂമോ പരിവൃദ്ധയാശുജാം മുമോഹ വിഭ്രഷ്ട ശിരോരുഹംബരാം തതോ നൃപാന്തപുരവത്തിനോ ജനോ നാര്യാശ്ച നാര്യശ്ച നിശമ്യരോധനം. ദുഃഖം കൊണ്ട് തന്റെ മുടിയെല്ലാം അഴിഞ്ഞുപോയി, വസ്ത്രങ്ങളെ കുലഞ്ഞു, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് ആ ഉണ്ണിയെക്കുറിച്ച് ഉറക്കം അലറിക്കൊണ്ട് ശ്രുത്വാമൃതം ഉറക്ക അലറുകയാണ് എല്ലാവരെയും കേൾക്കെ. പുത്രമലക്ഷിതാന്തകം
വിനഷ്ടദൃഷ്ടി പ്രപദൻ സ്കലൻഭതി സ്നേഹാനുബന്ധൈധിയാശുജം ശുചാഭൃശം വിമൂർത്തിതേനു പ്രഗതിവൃതാം. ഉണ്ണിയെ കാണാത്തതിലുള്ള ആ വേദനയും ദുഃഖവും. ഇനി ഒരിക്കലും ഉണ്ണി നിന്നെ എനിക്ക് കാണാൻ സാധ്യമല്ലോ. നീ വിട്ടുപോയില്ലേ ഞങ്ങളെയൊക്കെ. ഇനി നിന്നെ ഞാൻ കാണാൻ പറ്റുമോ? നീ എൻ്റെ പുത്രനായി വന്നില്ലേ? നിന്നെ താലോലിച്ചിട്ട് എനിക്ക് മതിയില്ലല്ലോ, നിന്നെ ഓമനിച്ച് എനിക്ക് മതിയില്ലല്ലോ, നിന്നെ മുലയൂട്ടിയിട്ട് എനിക്ക് മതിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പപാദബാലസ്യ ജപാദമൂലേ മൃതസ്യ വിസ്ത്രസ്യ ശിരോരഹംബരാം ദീർഘം ശ്വസൻ ബാഷ്പകലോപ രോദതോ നിരുദ്ധകണ്ഠോന്ന ശശാകഭാഷിതും. രാജാവ് തോഴിമാരിലൂടെ ഈ വിവരം അറിഞ്ഞ് പുത്രൻ മരിച്ചിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞതും കൊട്ടാരത്തിലേക്ക് ഓടിവന്ന് ദർബാർ ഹാളിൽ ഇരുന്ന രാജാവ് കിരീടത്തോടുകൂടി രാജകീയ വസ്ത്രങ്ങളോടുകൂടി ഓടിവന്ന് പപാദബാലസ്യ പാദമൂലേ മരിച്ചു കിടക്കുന്ന പുത്രന്റെ പാദത്തിൽ വീണ് തലവെച്ചുകൊണ്ട് ആ ഉണ്ണിയുടെ മരണത്തെ സഹിക്കാൻ വയ്യാതെ തലയെല്ലാം നിലത്തടിച്ചുകൊണ്ട് ഉറക്ക ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നിരുദ്ധകണ്ഠോ ഒന്നും ശബ്ദിക്കാൻ പറ്റാതെ തൊണ്ടയിടറിക്കൊണ്ട് ആ ഉണ്ണിയുടെ മരണത്തെ ഉൾക്കൊള്ളാൻ രാജ്ഞിക്കും സാധിച്ചില്ല, രാജാവിനും സാധിച്ചില്ല. പതിന്നിരിച്ചോരു ശുചാർപ്പിതം തഥാ മൃതം ചപാലം സ്വതമേകസന്ധതിം ജനസ്യ രാജ്ഞി പ്രകൃതേശ ഹൃദ്രുജം സതീതദാനാം വിലലാപചിത്രതാം. ഭർത്താവിന്റെ ആ തളർന്ന അവസ്ഥ കണ്ടപ്പോ ഭാര്യയ്ക്ക് ഒന്നുകൂടി ആവേശം വന്നു, ദുഃഖത്തിന്റെ ഒരു വേദന. കാരണം ഭർത്താവ് ഇത്ര തളർന്നിരിക്കുന്ന പുത്രനെ ഓർത്തുകൊണ്ട് ആ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഭാര്യയും ഒരുമിച്ച് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആ പത്നിയാണെങ്കിൽ സ്തനദ്വയം കുങ്കുമഖണ്ഡമണ്ഡിതം നിഷിഞ്ചതി സാഞ്ജനബാഷ്പബിന്ദുഭി വികീര്യകേശൻ വികൽസ്രജസ്സുതം ശുചോചിത്രം കുരരീവ സുസ്വരം. തന്റെ പുത്രൻ മരിച്ചുപോയതിൽ ആഘാതത്തിൽ കണ്ണുനീർ വന്ന് ശരീരം മുഴുവൻ നനഞ്ഞ് 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 ആ പുത്രന്റെ ചിത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടി ആ അമ്മ ഇരുന്നു. അഹോ വിദാദ ത്വമതീവ ബാലിശോ യസ്ത്വാത്മസൃഷ്ടി അപരിരൂപമീഹസേ പരേനു ജീവത്യപരസ്യാമൃതി വിപര്യസ്തേത്വമസീ ധ്രുവപരാം. ഈശ്വര, ഇങ്ങനെ ക്രൂരനാവരുത് അവിടുന്ന്. അഹോ വിധാത, ഇങ്ങനെ ക്രൂരനാവും, ബാലിശനാവരുത്. എൻ്റെ കുഞ്ഞിനെ തന്ന് ഇത്ര വേഗം എനിക്ക് ഓമനിച്ച് വളർത്തുന്നതിന് മുമ്പ് എന്നിൽ നിന്ന് തട്ടിപ്പറയ്ക്കുന്ന ക്രൂരത ചെയ്തില്ലേ അങ്ങ്? ഇങ്ങനെ എൻ്റെ ജീവിതത്തെ അങ്ങ് തളർത്തിയില്ലേ, പരവശനാക്കിയില്ലേ? എന്തിനെനിക്ക് കുഞ്ഞിനെ തന്ന് എന്നെ സന്തോഷിപ്പിച്ചു? ഇങ്ങനെ വേദന തരാനാണോ അങ്ങ് ചെയ്തത്? എന്തിനെന്നെ കുട്ടിയെ തട്ടിയെടുത്തു? എന്നെ കൊണ്ടുപോകാമായിരുന്നില്ലേ? സാധാരണ രീതിയിൽ പ്രായമുള്ളവരല്ലേ ആദ്യം മരിക്കുക. ഇതെന്തിനെ എന്നെ കൊണ്ടുപോകുന്നതിന് വരാ, കുഞ്ഞിനെ കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തൻ്റെ പുത്രന്റെ മരണത്തെ ഓർത്ത് അമ്മ സാധാരണ സ്ത്രീകൾ കരയുന്നത് പോലെ കരഞ്ഞു എന്ന് പറയണം. നഹി ക്രമശ്ചേദിഹ മൃത്യുജന്മനാം ശരീരിണാമസ്തു തദാത്മകർമ്മഭി യസ്നേഹപാശോ നിശസർഗവൃദ്ധയേ സ്വയം കൃതസ്തേ തമിമം വൃജസ്തസി. ഇങ്ങനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകരുത് ഭഗവാനെ, ഇങ്ങനെ എന്നെ തളർത്തരുത്, ഈ ദുഃഖ സംസാരത്തിൽ എന്നെ വിട്ടുകൊണ്ട് ഇങ്ങനെ എന്നെ ചുറ്റിക്കരുത് ഭഗവാനെ. ത്വം താത നാർഹതി ക്ഷമാം കൃപണാമനാഥം തെക്തും വിചക്ഷപിതരം തവ ശോകതപ്തം അഞ്ജസ്തരേമപവദാ പ്രജതുസ്തരം യൽ ദാന്തം നയാഹ്യ കരുണേന യമേന ദൂരം. ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ഉണ്ണി, നീ ഒന്ന് കണ്ണു തുറക്കൂ, ഈ അമ്മയെ ഒന്ന് നോക്കൂ, എന്താ നീ കണ്ണു തുറക്കാത്തത്? എന്താ ഉണ്ണിക്ക് എന്നോട് വാത്സല്യമില്ലേ, സ്നേഹമില്ലേ എന്നൊക്കെ ഉണ്ണി മരിച്ചിട്ടും മരിക്കാത്തതുപോലെ തോന്നിക്കൊണ്ട് ആ ഉണ്ണിയോട് സംസാരിക്കുകയും വീണ്ടും വീണ്ടും ശോകതപ്തത്താൽ മുങ്ങിക്കൊണ്ട് ആ അമ്മ വേദനിക്കുന്ന വേദനയിൽ അങ്ങനെ കടന്നു കരയുന്നു. എന്നിട്ട് ആ ഉണ്ണിയുടെ മരിച്ചു കിടക്കുന്ന ശരീരം ആ അമ്മയും അച്ഛനും കൂടി ചേർന്ന് തട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്നു, ഉത്തിഷ്ഠദാത തൈമേ ശിശവോ വയസ്യ ത്വാമാഹയന്തി മദനന്ദന സംവിഹത്വം സുപ്തശിരം ഹ്യശനയാച ഭവൻ പരീതോ ഭുങ്ചസ്തനം വിവശുജോ ഹരണസ്വഗാനം. ഉണ്ണി എണീക്കൂ, എണീക്കൂ ഉണ്ണി, നീ ഇങ്ങനെ ഉറങ്ങിക്കിടക്കല്ലേ, അമ്മയെ വേദനിപ്പിക്കല്ലേ ഉണ്ണി എന്നെല്ലാം പറഞ്ഞ് ആ ഉണ്ണിയുടെ ശരീരത്തെ പിടിച്ച് കൊലുക്കുന്ന സമയത്ത് ഉണ്ണി അമ്മയുടെ സ്തനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്, ഉണ്ണി പാല് കുടിക്കുക ഉണ്ണി എന്നെല്ലാം പറഞ്ഞ് ഭുങ്ചസ്തനം പിബ, ഈ സ്തനം കുടിക്കൂ ഉണ്ണി എന്നെല്ലാം പറഞ്ഞ് ആ ഉണ്ണിയുടെ ശരീരത്തെ നോക്കിക്കൊണ്ട്
ആ ഉണ്ണിയുടെ ശരീരത്തെ പിടിച്ചുകൊണ്ട് അമ്മ പൊട്ടിക്കരയുന്നു. നാഹം തനൂജതേ ഹതമംഗളാതേ മുക്തസ്മിതം മുദിത വീക്ഷണമാനനാബ്ജം കിം വാഗതോസ്യ പുനരന്വയമന്യലോകം നീതോഗൃണേന ശൃണോമികളാകിരസ്തേ. ഉണ്ണി, ഇനി ഉണ്ണിയുടെ പുഞ്ചിരിക്കുന്ന മുഖം അമ്മയ്ക്ക് കാണാൻ സാധ്യമല്ലല്ലോ. ഉണ്ണി അമ്മയെ വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോയി അമ്മയ്ക്കറിയാം. ഉണ്ണി ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ ഉണ്ണി എന്നെല്ലാം പറഞ്ഞ് ആ ഉണ്ണിയുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് അമ്മയും അച്ഛനും പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതൊക്കെ ഇന്ന് ലോകത്തിലുള്ളതല്ലേ? പുത്രൻ മരിച്ചു കഴിഞ്ഞാൽ വേദവ്യാസ മഹർഷി പറഞ്ഞ രീതിയിലൊക്കെ ആളുകൾ കരയാറില്ലേ? ദുഃഖിക്കാറില്ലേ? ദൈവത്തിനെ പഴി പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഓരോരുത്തരും ഓരോ പ്രവൃത്തികളൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം. മക്കൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ അമ്പലത്തിൽ പോയവരാവും. ഉടനെ പറയുന്നതാണെന്നറിയോ? ഈശ്വര, ഇങ്ങനെ ഒരു ക്രൂരത എന്നോട് കാണിക്കരുതായിരുന്നു. ദൈവത്തിൻ്റെ ഫോട്ടോ പൂജാമുറിയിൽ നിന്ന് എടുത്ത് മാറ്റിയവരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ദൈവമാണ് ഈ ശിക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവം കാണിച്ച ക്രൂരതയോട് ആരോട് പ്രതികാരം കാണിക്കണം? ദൈവത്തോട് പ്രതികാരം കാണിക്കണം എന്നിങ്ങനെ തെറ്റായി ധരിക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കി വെക്കൂ ഈ ഭാഗം എത്ര ഗംഭീരമാണ് എന്നുള്ളത്. ഇങ്ങനെ വിലം ഉറക്കെ കരയുന്ന സമയത്ത് അതാ വീണ്ടും അവിടെ എത്തിച്ചേരുന്നു. ആരാണ്? വിലബന്ധ്യാമൃതം പുത്രം ഇതി ചിത്രാവിലാപനേ ചിത്രകേതുർഭൃശം തപ്ത മുക്തകണ്ഠോരുരോധഹാം തയോ വിലപദോ സർവേ ദമ്പത്യോ തദനുവ്രത രുരുദുസ്മനരാനാര്യാം സർവമാസീതചേതനം. ഇങ്ങനെ പുത്രൻ മരിച്ചു കിടക്കുന്നിടത്ത് നെഞ്ചത്തടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്ന് പരവശരായിക്കൊണ്ട് പുത്രന്റെ ഭരണം ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സുമായി നിൽക്കുന്ന ആ ചിത്രഗീതു മഹാരാജാവിൻ്റെയും പത്നിയുടെയും അവരുടെ അടുത്തേക്ക്. ഇവിടെ വേറൊരു രസമുണ്ടേ. ഇവരിങ്ങനെ പൊട്ടിക്കരയണ സമയത്തുണ്ടല്ലോ മറ്റേ ഭക്തിമാർ നല്ലോണം ഉത്സാഹിക്കുന്നുണ്ട്. ആര്? ഈ കുട്ടിയെ കൊല്ലാൻ സഹായിച്ചവരും നല്ലോണം അടിക്കുന്നുണ്ട് മാറിൽ. അവരിടയ്ക്ക് നോക്കുന്നുണ്ട് മറ്റുള്ളവർ നോക്കണ്ടോ എന്ന്. അങ്ങനെയൊക്കെയാണ് ഗംഭീരമായിട്ടുള്ള സീനുകളൊക്കെയാണ്. അവിടേക്ക് എത്തിച്ചേർന്നു. മുനി നാരദ മഹർഷിയും അങ്കിരസ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു. ഇനി ഇവരോട് പറയുന്ന കാര്യങ്ങളാണ്. ഊജർമതകമോപാന്തേ കോപാന്തേ പതിതം മൃതകോപമം ശോകാവിഭൂതം രാജാനം ബോധയന്തോ സദുക്തുബി. ഇങ്ങനെ പുത്രമരണത്തിൽ തളർന്നു കിടക്കുന്ന ആ രാജാവിനെ അവര് ഒരു കാര്യം നിശ്ചയിച്ചു. ഈ രാജാവിന്റെ മനസ്സിനെ ഒന്ന് ഉയർത്തണം. അങ്ങനെ അവിടെ വെച്ചിട്ട് ബോധയന്തോ, അദ്ദേഹത്തിന് ബോധം, മനസ്സിനെ ഒന്ന് ഉണർത്താൻ വിവേകം കൊടുക്കാൻ നിശ്ചയിച്ചു. ചോദിക്കുകയാണ്, കോയം സ്യൽത്തവരാജേന്ദ്രഭവന്യമനുശോചതി ത്വം ചാസികതമപൃഷ്ടോ ഒരേതാനീമതപ്പരം. രാജൻ, തവ കസ്യാസ്, ഇത് ആരാണ് അങ്ങയുടെ? അങ്ങ് പറയുന്നു എൻ്റെ പുത്രനാണെന്ന്. എൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് അങ്ങ് ദുഃഖിക്കുന്നു. കോയം സ്യൽത്തവ രാജേന്ദ്ര, ഒന്ന് ചിന്തിക്കൂ രാജേന്ദ്ര, ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ദുഃഖിക്കുന്നത്? ഈ പുത്രനെ അങ്ങ് ജന്മം കൊടുത്തത് കൊണ്ട് അങ്ങയുടേതെന്ന് പരിപൂർണമായി അങ്ങേക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇത് അങ്ങയുടേത് മാത്രമാണോ? ഒന്ന് ചിന്തിക്കൂ രാജൻ. വീണ്ടും പറയുന്നു, യഥാ പ്രയാന്തി സംയാന്തി സ്രോതവേഗേന വാലുകാം സംയോജ്യന്തേ വിയുജ്യന്തേ തദക്കാലേന ദേഹിന. രാജൻ, അങ്ങല്ല ഈ കുട്ടിയെ ഗർഭപാത്രത്തിലേക്ക് എത്തിച്ചത്. അങ്ങല്ല ഈ കുട്ടിയെ ഗർഭപാത്രത്തിൽ പിടിച്ചു നിർത്തിയത്. അങ്ങല്ല ഈ കുട്ടിയെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെയും ഈ കുട്ടിയെ നിലനിർത്തുന്നത് അങ്ങല്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് ഇതിൻ്റെ മുകളിൽ പരിപൂർണമായി എൻ്റെ എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. ഏതുപോലെ യഥാ പ്രയാന്തി സംയാന്തി സ്രോതവേഗേന വാലുക, എപ്രകാരമാണോ പുഴയുടെ ഒഴുക്കിൽ മണൽത്തരികൾ വന്ന് കുമിഞ്ഞുകൂടുന്നത്, അതുപോലെയാണ് കാലമാകുന്ന ശക്തിയാണ് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് രാജൻ അങ്ങക്ക് മനസ്സിലാക്കിയാലെന്ന്. ഇത് വളരെ ഗംഭീരമാണ്. അടുത്ത അധ്യായം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായി മനസ്സിലാവും. യഥാ ധനാസു വൈധാന ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനി ച മായയാ. എപ്രകാരമാണോ ധാന്യം നമ്മൾ കുഴിച്ചിടുന്നു, പിന്നീട് അത് ചെടിയാവുന്നു, വീണ്ടും അതിൽ നിന്ന് ധാന്യം വരുന്നു. ഇപ്രകാരം നമ്മളൊരു ജീവിത ചക്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് നമ്മുടേത് മാത്രമാണെന്ന്. നമ്മൾ അതിൻ്റെ മുകളിൽ പരിപൂർണ അവകാശം വയ്ക്കുന്നു. രാജൻ, ഇത് നമ്മുടേത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ കാലമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഈശ്വരനുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രകൃതിയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഉണ്ടായ സാധനത്തിൻ്റെ മുകളിൽ അങ്ങ് എൻ്റേതെന്ന് അവകാശം വയ്ക്കുന്നത് അപകടമാണെന്ന്. ദേഹേന ദേഹിനോ രാജൻ ദേഹാൽ ദേഹോഭിജായതേ
ബീജാദേവ യഥാ ബീജം ദേഹർത്തൈവ ശാശ്വത. ദേഹേന ദേഹിനോ രാജൻ. ദേഹിയിൽ നിന്ന് ദേഹം. ഇവിടെ ദേഹി എന്ന് പറഞ്ഞാൽ മനസ്സെന്നർത്ഥം. അപ്പൊ ദേഹിയിൽ നിന്ന് ദേഹം ഉണ്ടാവുന്നു, വീണ്ടും ദേഹിയിരിക്കുന്ന ദേഹത്തിൽ നിന്നും വീണ്ടും ദേഹങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ബീജത്തിൽ നിന്നും ബീജമുണ്ടാവുന്നു. ഇപ്രകാരം ലോകത്തിൽ ഒരു ശാശ്വതമായ ഒരു ജീവചക്രം നിലനിൽക്കുന്നു. വളരെ ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക പറയുന്നത്. ഏത് സൃഷ്ടിയും ആരംഭിക്കുന്നത് ശരീരത്തിൽ നിന്നല്ല. പ്രത്യുൽപാദനം ചെയ്യുന്നത് ശരീരമാണെങ്കിലും ആ ശരീരത്തിന് പ്രത്യുൽപാദനം ചെയ്യണമെങ്കിൽ മനസ്സിൽ കാമം എന്നൊരു വികാരം വരണം. ഏത് സൃഷ്ടിയുടെയും പിന്നിൽ ശരീരത്തിനേക്കാളും ആദ്യം പ്രവർത്തിക്കുന്നത് മനസ്സാണ്, ആണല്ലോ. അപ്പൊ ദേഹിയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ദേഹമുണ്ടാവുന്നത്. ദേഹിയിൽ നിന്ന് സ്വാമി എങ്ങനെ ദേഹം ഉണ്ടാവുന്നത്? ദേഹി ദേഹത്തോട് ചേർന്ന് ഈ ശരീരത്തിൽ കാമം എന്ന വികാരം വരുമ്പോൾ കർമ്മം എന്ന ഒരു പ്രവൃത്തികൾ വരുന്നു. ആ പ്രവൃത്തിയിൽ നിന്നും രക്തം ബീജമായി തീരുന്നു. ആ ബീജം അണ്ഡവുമായി ചേരുന്നു. അണ്ഡവും ചേർന്ന് അത് പിന്നീട് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി വികസിക്കുന്നു. അങ്ങനെ ദേഹിയിൽ നിന്നും ദേഹം, പിന്നെ ദേഹിയിരിക്കുന്ന ദേഹത്തിൽ നിന്ന് അടുത്ത ദേഹം. ഇങ്ങനെയാണ് ഈ ചക്രങ്ങൾ കടന്നു പോകുന്നത്. അപ്പൊ ദേഹിയിൽ നിന്നാണ് ദേഹങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ ശ്രദ്ധിക്കൂ പറയുന്നത്, എവിടെ നിന്നാണ്? ദേഹിയിൽ നിന്നാണ് ദേഹങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ദേഹിയിൽ നിന്ന് ദേഹം. അപ്പൊ ഈ ദേഹി എവിടുന്ന് വന്നു? ദേഹം വന്നിരിക്കുന്നത് ദേഹിയിൽ നിന്നാണ്. സമ്മതിച്ചു, ക്ലിയർ ആണ്. ഇനി ദേഹി എവിടുന്ന് വന്നു? അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അവിടെയാണ് വിവേകികളായി തീരേണ്ടത്. എവിടെ നിന്നാണ് ഈ ദേഹി വന്നിരിക്കുന്നത്? ഈ ശരീരത്തിൽ ചൈതന്യമുള്ള ഒരു മനസ്സ് നിലനിൽക്കണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ഉണ്ടാവണം. അപ്പൊ ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? ദേഹിയാകുന്ന മനസ്സ് വന്നിരിക്കുന്നത്. അപ്പൊ മനസ്സ് വന്നിരിക്കുന്നത്